ഭക്തിസാന്ദ്രമാണ് ശബരിമല സന്നിധാനം. മണ്ഡല പൂജയ്ക്കൊരുങ്ങുന്നു. തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തുകയാണ്. അല്പസമയത്തിനകം തന്നെ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കുന്നതായിരിക്കും. നാളെയായിരിക്കും തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡല പൂജയും നടക്കുന്നത്. കെ.ബി. ശ്രീധരൻ സന്നിധാനത്ത് നിന്നും വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീധരൻ, ഭക്തർ ഓരോരുത്തരെ സംബന്ധിച്ചും ഇത് പുണ്യ നിമിഷമാണ്. 18-ാം പടിക്ക് അരികിലേക്ക് എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ദീപാരാധനയും നടക്കുന്നതായിരിക്കും. പറയൂ. പൂജ, സ്വാമിയെ ശരണമയ്യപ്പ വിളികളുമായി ശരണം വിളികളുമായി ഈ തങ്കയങ്കിയും ചാർത്തിയിട്ടുള്ള ഈ പേടകത്തെ ഇപ്പോൾ സന്നിധാനത്തേക്ക് സ്വീകരിച്ചിരിക്കുകയാണ്. 18-ാം പടി കയറി ഈ തങ്കയങ്കി പേടകം ഇപ്പോൾ മുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇത് ശ്രീകോവിലേക്ക് ആനയിക്കപ്പെടും. അവിടെ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഈ തങ്കയങ്കിയെ ഏറ്റുവാങ്ങും. അതിനുശേഷമാണ് ദീപാരാധന നടക്കുക. ഏതായാലും ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നിലവിൽ സന്നിധാനത്ത്. എങ്ങും മുഴങ്ങിക്കേൾക്കുന്നത് ശരണമന്ത്രങ്ങൾ മാത്രം. സ്വാമിയെ ശരണമയ്യപ്പ വിളികളുമായി അയ്യപ്പന്മാർ ഓരോരുത്തരും ഇപ്പോൾ ഈ തങ്കയങ്കിയെ നമുക്ക് കാണാം, ഇപ്പോൾ കേൾക്കാം. ഈ തങ്കയങ്കിയെ സന്നിധാനത്തേക്ക് ശരണം വിളികളോടെ, സ്വാമിയെ ശരണമയ്യപ്പ വിളികളോടെ ഇപ്പോൾ ഓരോ അയ്യപ്പന്മാരും ഓരോ ഭക്തരും ഇപ്പോൾ സന്നിധാനത്തേക്ക് സ്വീകരിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഏറ്റവും വലിയ ഭക്തർ നിർവൃതി അടയാൻ വേണ്ടി, ദർശനം കണ്ട് അത് തൊഴാൻ വേണ്ടി ഏറ്റവും അധികം കാത്തിരിക്കുന്ന ഈ പേടകം തുറന്ന് തങ്കയങ്കി പുറത്തേക്കെടുത്ത് ഭഗവാന്റെ വിഗ്രഹത്തിൽ ചാർത്തും. അതിനുശേഷം ദീപാരാധന നട തുറക്കുന്നതോടുകൂടി ഏറ്റവും കൂടുതൽ ഈ മണ്ഡലക്കാലത്ത് ആളുകൾ കാത്തിരിക്കുന്ന ഒരു ദർശനം അത് സാധ്യമാകും. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഒരു ദർശനത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടതുള്ളൂ. കഴിഞ്ഞ മണിക്കൂറുകളെല്ലാം ഓരോരുത്തരും കാത്തിരുന്നത് ഈ തങ്കയങ്കി ഒന്ന് കാണാൻ, പേടകമൊന്ന് തൊഴാൻ, അതിനുവേണ്ടി ജനസാഗരമാണ് കാത്തിരുന്നത്. അവരുടെ ഒരു കാത്തിരിപ്പിന് ഇപ്പോൾ വിരാമമാവുകയാണ്. തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തിയിരിക്കുന്നു. വലിയമ്പലത്തിലൂടെ അകത്തേക്ക് കടന്ന് ക്ഷേത്രത്തിന് ഉള്ളിലേക്ക്, ശ്രീകോവിലേക്ക് അല്പസമയത്തിനകം തന്നെ ഈ തങ്കയങ്കി തന്ത്രിക്കും മേൽശാന്തിക്കും കൈമാറും. അതിനുശേഷം നടയടച്ച് ദീപാരാധന നടക്കും. ദീപാരാധന നട തുറക്കുമ്പോൾ ഈ സ്വർണ്ണാഭരണ വിഭൂഷിതനായ അയ്യപ്പസ്വാമിയുടെ പൊന്നിൽ കുളിച്ചു നിൽക്കുന്ന അയ്യപ്പസ്വാമിയെ കണി കണ്ട് തൊഴാനുള്ള ഒരു സൗഭാഗ്യം തീർച്ചയായിട്ടും അയ്യപ്പന്മാർക്ക് ഉണ്ടാകും. അതിനുള്ള ഒരു കാത്തിരിപ്പ് തന്നെയാണ് ഇനി ബാക്കിയുള്ളത്. ഏതായാലും ഭക്തിസാന്ദ്രമാണ്. ശരണം വിളികൾ മാത്രമേ എല്ലായിടത്തും കേൾക്കാനുള്ളൂ. എല്ലാവരും ഏറെ നേരമായി കാത്തിരിക്കുന്നത് ഈ ഒരു ദർശനത്തിന് തന്നെയാണ്. നിലവിൽ അയ്യപ്പ ദർശനം അത് സാധ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ് മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. നിലവിലേതായാലും ഈ തങ്കയങ്കി ഇപ്പോൾ ശ്രീകോവിലിനുള്ളിലേക്ക് എത്തിയിരിക്കുന്നു. അത് അല്പസമയത്തിനകം തന്നെ നടയടച്ച് ക്ഷേത്രത്തിന് ഉള്ളിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം ദീപാരാധന നടക്കും. ദീപാരാധന തൊഴുത് സായുജ്യമടയുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഓരോ ഭക്തരും ഇവിടെ കാത്തിരിക്കുന്നത്. വാദ്യമേളങ്ങൾ മുഴങ്ങുകയായി, ഇടയ്ക്കയിൽ നാദം മുഴങ്ങുകയായി, അതുപോലെ തന്നെ തകിലിൽ നാദം മുഴങ്ങുകയായി. ഇനി എല്ലാ കണ്ണുകളും അയ്യപ്പൻ്റെ നടയിലേക്കാണ്. ഈ ദീപാരാധന തൊഴുന്നതിന് വേണ്ടിയാണ് ഓരോരുത്തരും ഇപ്പോൾ കാത്ത് നിൽക്കുന്നത്. നിലവിലേതായാലും ഈ തങ്കയങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഈ പേടകം നിലവിൽ സന്നിധാനത്തേക്ക് എത്തി. ദീപാരാധനയ്ക്ക് നടയടച്ചു കഴിഞ്ഞു. ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഈ ദർശനം ഒരു സായുജ്യമടയുന്നതിന് വേണ്ടി ഏതാനും മിനിറ്റുകൾ മാത്രം. ഈ 41 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ മണ്ഡലക്കാലത്ത് ഓരോ അയ്യപ്പന്മാരും ഏറ്റവും കൂടുതൽ കാത്തിരുന്നത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ്. ഒരു നിമിഷം സമാഗതമാവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഓരോ കണ്ഠങ്ങളിലും ഇപ്പോൾ സ്വാമിയെ ശരണമയ്യപ്പ മന്ത്രങ്ങൾ ഒരുപോലെ ഉയരുന്നത്. സാഹോദര്യത്തിൻ്റെ ജാതിമത ഭേദമില്ലാതെ ഓരോ കണ്ഠങ്ങളും ഇപ്പോൾ സ്വാമിയെ ശരണമയ്യപ്പ വിളികളുമായി സന്നിധാനത്ത് കാത്തിരിക്കുകയാണ്. പൊന്നും തിരുനട ഇപ്പോൾ അടച്ചു കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ ഈ തങ്കയങ്കി ഭഗവാന്റെ വിഗ്രഹത്തിൽ ചാർത്തും.